ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മളൊരു യാത്ര പോവാണ് കേട്ടോ. കുന്നും മലയും ഒക്കെ താണ്ടി നമ്മൾ നാടുകാണി വഴി ഊട്ടിയിലേക്കാണ് പോകുന്നത്. മസനഗുഡി വഴിയല്ല കേട്ടോ. അപ്പോൾ ഊട്ടി പോകുന്ന യാത്രേന്റെ പാർട്ട് 1 ആണ് ഇന്നത്തെ വീഡിയോ. കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്ത് അവസാനം ഇപ്പോഴാണ് അതിൻ്റെ ഒരു സമയത്തേത്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയം ഉണ്ടെന്നാണല്ലോ പറയാ. അങ്ങനെ ഞങ്ങൾ 3 പേരും, ഞാനും ഋഷിയും അലിക്കുട്ടിയും കൂടെ ബൈക്കിലാണ് യാത്ര. ഉച്ചയ്ക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. നേരെ വെച്ച് പിടിച്ചു ഊട്ടിയിലേക്ക്. ചുരം കയറുന്ന സമയത്ത് ചെറിയൊരു പേടി ഇല്ലാതില്ല കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് 2 വീലറിൽ പോകുന്നത്, അതും കുട്ടീനെ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടി നമുക്കുണ്ടായിരുന്നു. കാരണം ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് എന്ന് ഒരുപാട് സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇടയായിട്ട് ഒരുപാട് ആനയും കടുവയും പുലിയും ഒക്കെ ഇറങ്ങുന്നതായിട്ട് വീഡിയോയിലും മറ്റും കണ്ട് ഉള്ളിലൊരു പേടി. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മോൾ ആ സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചുരം കയറി അടുത്ത് കണ്ട ഒരു തേയിലത്തോട്ടത്തിൽ ഇറങ്ങി അവൾക്കും ഭക്ഷണം കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരെ വെച്ച് പിടിച്ചു. ആദ്യം നമ്മളെ കണ്ട വ്യൂ എന്ന് പറയുന്നത് പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഊട്ടി എന്ന് പറയുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളിൽ ഒന്നാണ് പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു ടെൻഡൻസി ഉള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യം കണ്ട ഒരു ചായക്കടയിൽ തന്നെ കയറി. ഉയരം കൂടുന്തോറും ചായൻ്റെ ടേസ്റ്റ് കൂടുന്നതാണല്ലോ. പക്ഷെ ഞാനൊരു ചായ ലവറല്ല, ഞാനൊരു കോഫി ലവറാണ്. അങ്ങനെ ഞാനൊരു കോഫിയും ഇറച്ചി ഒരു ചായയും ഒക്കെ പറഞ്ഞ് ബജിയും ഉണ്ടായിരുന്നു. നല്ല ചൂട് ബജിയും ചായയും സ്നാക്സും അതൊക്കെ കഴിച്ച് പിന്നെയും വിട്ടു നമ്മൾ നേരെ. ഒരുപാട് ആഗ്രഹിച്ചു പോകുന്ന യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 വീലർ ആയതുകൊണ്ട് തന്നെ ചെറിയ ബാക്ക് പെയിനിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് ചെറുതായിട്ട് ഇറങ്ങി കുറച്ച് റിലാക്സ് ചെയ്ത് പിന്നെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോയ ദിവസം അത്യാവശ്യം തണുപ്പുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 2 വീലറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാറ്റടിക്കുന്ന സമയത്ത് മോളെ മാക്സിമം നമ്മൾ സേഫ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി നമ്മൾ ആദ്യം അന്വേഷിച്ചത് റൂമാണ്. അവിടെ ചെന്ന് ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ഫ്രഷ് ആയതിനു ശേഷം പിന്നെ പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ളതായിരുന്നു പ്ലാന്. നമ്മൾ ഇവിടുന്ന് പ്രീ ബുക്കിംഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റൂം ജസ്റ്റ് നോക്കിയിരുന്നു, പക്ഷെ ഒന്നും സെറ്റ് ആയിരുന്നില്ല. അവിടെ ചെന്ന് നമ്മൾ റൂം സെറ്റാക്കുകയാണ് ചെയ്തത്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കി ഇടനിലക്കാരും ഇല്ലാതെ നമ്മൾ ഡയറക്റ്റ് പോവുകയാണ് ചെയ്തത്. നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ടൗണിൽ തന്നെയുള്ള റൂമാണ് നമ്മൾ നോക്കിയത്. ബാക്കി വിശേഷങ്ങൾ പാർട്ട് 2-ൽ.